ശശി തരൂരിനെ അനുനയിപ്പിച്ച ഹൈക്കമാൻഡ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തരൂരുമായി കൂടിക്കാഴ്ച നടത്തി. താനും പാർട്ടിയും ഒരേ ദിശയിലെന്ന തരൂരിന്റെ പ്രതികരണം. മണിക്കൂറുകൾ നീണ്ടുനിന്ന മാരത്തൺ ചർച്ചക്കൊടുവിലാണ് പാർട്ടിയുമായി ഇടഞ്ഞ തരൂരിനെ ഹൈക്കമാൻഡ് അനുനയിപ്പിച്ചത്. പാർലമെന്റ് മന്ദിരത്തിൽ വെച്ചായിരുന്നു രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തരൂരുമായുള്ള കൂടിക്കാഴ്ച. മഹാപഞ്ചായത്തിൽ അപമാനിച്ചതിലെ കടുത്ത അതൃപ്തി തരൂർ ഹൈക്കമാൻഡിന് മുമ്പിൽ വിശദീകരിച്ചു. അപമാനിച്ചത് തെറ്റിദ്ധാരണ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത തരൂർ തെരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്നും വ്യക്തമാക്കി. നമ്മൾ വേർ ഓൺ ദ സെയിം പേജ്, എല്ലാ വിധത്തിലും മുന്നോട്ട് പോകുന്ന രീതിയിലാണ് സംസാരം നടന്നത്. ഞാൻ എന്തായാലും സജീവമാവാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞല്ലോ. അത് ഇതൊരു പുതിയ കാര്യമല്ല. പിന്നെ ഞാൻ കഴിഞ്ഞ തവണ ഇറങ്ങി. ഞാൻ കഴിഞ്ഞ തവണ 56 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങി. ഈ തവണ അതിനേക്കാൾ കൂടുതൽ ചെയ്യാനാണ്. മഹാപഞ്ചായത്തിലെ അതൃപ്തിക്ക് പിന്നാലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്നും തരൂർ വിട്ടുനിന്നത് വിവാദമായിരുന്നു. മധ്യവർഗത്തിനടക്കം പ്രാമുഖ്യമുള്ള തരൂരിനെ പിണക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നായിരുന്നു സംസ്ഥാന ഘടകത്തിന്റെ വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ മുൻനിർത്തി പ്രചാരണം ശക്തമാക്കാനാണ് കോൺഗ്രസ് നീക്കം. കൈരളി ന്യൂസ്, ദില്ലി.